സത്യം അങ്ങാണു സയ്യിദി. കഴിഞ്ഞ ദിവസം പുതുമനക്കുളമ്പ് മദ്രസ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു സയ്യിദുൽ ഉലമ വരുന്നുവെന്നറിഞ്ഞപ്പോൾ ഒരു നോക്കു കാണാൻ ഞാനും അവിടെ എത്തി. സയ്യിദ് അവറുകളുടെ പ്രസംഗം ആരംഭിച്ചു. നിശബ്ദമായ സദസ്സ്, തികച്ചും അളന്നു മുറിച്ച അർത്ഥമുള്ള വാക്കുകൾ, നിലാവു തോൽക്കുന്ന നിറപുഞ്ചിരിയോടെ ആ നാവിൽ നിന്നുയർന്നു വീഴുന്ന അറിവിന്റെ അലയൊലികൾ, അലക്കി മിനുക്കിയ വാക്കുകളില്ലാത്ത പച്ചയായ പ്രയോഗം, കുറഞ്ഞ സമയം കൊണ്ട് വലിയ സന്ദേശം പകർന്നു നൽകുന്ന പ്രസംഗം. സംസാരത്തിനിടയിൽ പങ്കുവച്ച ഒരു കാര്യം എന്റെ മനസ്സിനു കുളിരു പകർന്നു. വരുന്ന വഴിയിൽ കാറിന്മേൽ പക്ഷിയുടെ കാഷ്ടം ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ അതു കഴുകാനായി പള്ളിയുടെ അടുത്ത് വണ്ടി നിർത്തി വെള്ളമെടുക്കാനൊരുങ്ങുമ്പോൾ അവിടുന്ന് പറഞ്ഞതിങ്ങനെ: പള്ളിയുടെ വെള്ളം നിസ്കരിക്കാൻ വരുന്നവർക്കുള്ളതാണ്, അത് നമ്മുടെ വണ്ടി കഴുകാനുള്ളതല്ല. നേരെ മുന്നോട്ട് നീങ്ങി അടുത്തുള്ള ഹോട്ടലിൽ നിന്നും അല്പം വെള്ളം വാങ്ങിയ ഡ്രൈവർ വണ്ടി വൃത്തിയാക്കി. എത്ര വലിയ സൂക്ഷ്മത! ഉഹ്റവി പണ്ഡിതരിൽ ഉന്നത ശ്രേണിയിലുള്ളവരിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്തു പ്രതീക്ഷിക്കാൻ? തീർന്നില്ല. പ്രസംഗം അവസാനിക്കുന്നതിങ്ങനെ: ദുആ ആവശ്യപ്പെട്ട് ധാരാളം ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞാൻ ദുആഇന് യോഗ്യനല്ല. എന്റെ രണ്ടു സൈഡിലും ഇരിക്കുന്ന സയ്യിദുമാർ, സയ്യിദ് എംപിച്ചുക്കോയ തങ്ങൾ, സയ്യിദ് ഹാമിദ് തങ്ങൾ ദുആ ചെയ്യും എന്ന് പറഞ്ഞ് സലാമോടെ പ്രഭാഷണം നിർത്തി പുറത്തിറങ്ങി. ഒരു പറ്റം ആളുകൾ